നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഇത്തവണത്തെ വീഡിയോയിൽ ഞാൻ ഡെൻറ്റൽ അക്ലൂഷൻ, അതായത് പല്ലുകൾ തമ്മിൽ കടിക്കുന്ന ആ ഒരു പ്രക്രിയ, ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഡെൻറ്റൽ അക്ലൂഷന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മൾ ബേസിക്കലി പല്ലുകൾ നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ചവയ്ക്കാനായിട്ടാണ്. ചവയ്ക്കുന്ന സമയത്ത് ആ ചവയ്ക്കുന്ന പ്രക്രിയ പ്രോപ്പറായിരിക്കണം. അത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ പല്ലുകൾ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല. അപ്പോൾ അതായത് ഡെൻറ്റൽ അക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു മോഡലാണത്. ഇതിൽ നമുക്കിത് കാണാം. പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു പൊസിഷൻ, ഇതിനെയാണ് നമ്മൾ അക്ലൂഷൻ എന്ന് പറയുക. ഇത് കഴിഞ്ഞാൽ നമ്മൾ പല ഡയറക്ഷനിൽ ചവയ്ക്കും, മുൻപോട്ടും ബാക്കിലേക്കും സൈഡിലേക്കും ഒക്കെ നമ്മൾ കടിക്കും. അപ്പോൾ ഇങ്ങനെ ചവച്ചരച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷണം ശരിക്കും ദഹിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ വായിൽ ഉമിനീരും നമ്മളുടെ ഈ പല്ലുകളുടെ പ്രവർത്തനവും എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ദഹന പ്രക്രിയ നടക്കുന്നത്. അപ്പോൾ ഈ അക്ലൂഷൻ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. ഇനി വേറൊരു പ്രത്യേക കാര്യം എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് ഭക്ഷണം ചവയ്ക്കൽ പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ജോയിൻറ്റിൻ്റെ ഫങ്ഷനിങ്ങിനും നമ്മുടെ മസിലിൻ്റെ ജോ മസിൽസിൻ്റെ ഫങ്ഷനിങ്ങിനും ഒക്കെ ഇത് പ്രധാനമാണ്. അപ്പോൾ നമ്മൾ കടിക്കുന്ന ആ ഒരു രീതി ഒരു സൈഡിലേക്ക് മാറ്റി കടിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ചില ഭാഗങ്ങളിൽ പല്ല് ഉണ്ടാവില്ല. പല്ലില്ലാത്ത സമയത്ത് നമ്മൾ ഒരു സൈഡിൽ എവിടെയാണോ പല്ലുള്ളത് അവിടെ മാത്രം കടിക്കും. അങ്ങനെ കടിച്ച് ആ കടി തന്നെ അങ്ങ് മാറിപ്പോവും. അതോടുകൂടി മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറാൻ അത് മതി. കാരണം അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ഞാൻ പറയാറുള്ളത്, നമ്മൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുക്കുന്നു. ഒരു കയ്യിൽ മാത്രം നമ്മൾ വെയിറ്റ് എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ഒരു കയ്യിൽ മാത്രം മസിൽ വയ്ക്കും, മറ്റേ കയ്യിൽ മസിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഡിസ്പ്രപ്പോർഷനറ്റ് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആവും. എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു സൈഡിൽ മാത്രം ചവയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറാൻ അത് മതി. കാരണം അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് എപ്പോഴും സിമെട്രി വേണം. സിമെട്രി എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഭാഗത്തും, മുഖത്തിൻ്റെ രണ്ട് ഭാഗത്തും നമ്മുടെ താടിയലിൻ്റെ രണ്ട് ഭാഗത്തും ഒരേപോലെ കടി വരുന്ന ആ ഒരു രീതിയിലുള്ള ഫങ്ഷനിങ്, ആ ഒരു സിമെട്രിക്കൽ ചൂവിങ്ങും സിമെട്രിക്കൽ ബൈറ്റും വളരെ പ്രധാനമാണ്. ഇനി ഡെൻറ്റൽ അക്ലൂഷൻ എന്ന് പറയുന്ന, അതായത് പല്ലുകൾ തമ്മിലുള്ള കടിയുടെ പ്രാധാന്യം നമ്മുടെ ഡെൻറ്റിസ്ട്രിയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഡെൻറ്റിസ്ട്രിയിൽ കടിയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്, പലപ്പോഴും ഇപ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ജോ തമ്മിൽ ചേരുന്ന രീതി എങ്ങനെയാണ്? ചിലർക്ക് ക്ലാസ് 1 അക്ലൂഷൻ എന്ന് പറയും. ക്ലാസ് 1 അക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് ക്ലാസ് 1 അക്ലൂഷനാണ്. മേൽത്താടിയെല്ലിലെ പല്ലും കീഴ്ത്താടിയെല്ലിലെ പല്ലും തമ്മിൽ കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു രീതി, അതാണ് ക്ലാസ് 1 അക്ലൂഷൻ. അതിൽ നമുക്ക് താഴത്തെ ഫസ്റ്റ് മോളാറും മുകളിലത്തെ ഫസ്റ്റ് മോളാറും ഒരു പ്രത്യേക രീതിയിലാണ് കടിക്കുക. ഇനി ക്ലാസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ക്ലാസ് 2 വരിക. അതായത് കീഴ്ത്താടി എപ്പോഴും ഒരല്പം അകത്തേക്ക് പൊസിഷൻഡ് ആയിരിക്കും. ക്ലാസ് 3 എന്ന് പറഞ്ഞാലോ കീഴ്ത്താടി എപ്പോഴും മുൻപിലേക്ക് പൊസിഷൻഡ് ആയിരിക്കും. അതാണ് ക്ലാസ് 3. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുട്ടികളിൽ ആയിരിക്കുന്ന സമയത്ത് ആ അക്ലൂഷൻ്റെ ക്ലാസ് ഏതാണെന്ന് നമ്മൾ നോക്കും. അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യകതയുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാറ് അപ്പോഴാണ്. പിന്നെ മുതിർന്നവരിലായാലോ, നമ്മൾ ഈ കടി പ്രോപ്പറാണോ, എല്ലാ പല്ലുകളും തമ്മിൽ കറക്റ്റായിട്ട് മുട്ടുന്നുണ്ടോ, ഏതെങ്കിലും പല്ല് തെന്നി മാറി നിൽക്കുന്നുണ്ടോ, ചില സമയത്ത് ഓപ്പൺ ബൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മുഴുവനായിട്ട് കടിക്കാൻ പറ്റാത്ത രീതിയിൽ തുറന്നിരിക്കും. ചില സമയത്ത് ക്രോസ് ബൈറ്റ് വരും, അതായത് തെന്നി മാറി കടി വേറൊരു പൊസിഷനിലേക്ക് മാറി നിൽക്കും. ചില സമയത്ത് അണ്ടർ ബൈറ്റ് ആയിരിക്കും, ചില സമയത്ത് ഓവർ ബൈറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പല പല രീതിയിലുള്ള കടി നമ്മൾ പേഷ്യൻസിൽ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താ വെച്ചാൽ, എപ്പോഴും ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ഈ ബൈറ്റ് ചെക്ക് ചെയ്യും. തീർച്ചയായിട്ടും ആ ബൈറ്റിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. ഇനി ഇല്ലാത്ത പല്ല് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പല്ല് വെക്കുന്ന സമയത്ത് ആ കടി പ്രോപ്പർ ആണോ എന്നുള്ളത് നോക്കി വെരിഫൈ ചെയ്തിട്ടേ അത് സിമെൻറ്റ് ചെയ്യുള്ളൂ.
ആ പല്ല് ഫിക്സ് ചെയ്യുന്നത്. ബ്രിഡ്ജ് വർക്ക് ആണെങ്കിൽ അത്, അല്ല ഇംപ്ലാന്റ് മുഖേനയുള്ള ക്രൗൺ ആണെങ്കിൽ അത്, അതെല്ലാം ഉറപ്പിക്കുന്നതിന് മുമ്പായിട്ട് ബൈറ്റ് ശരിയാണോ എന്ന് നോക്കും. ഇനി ഇതെല്ലാം കഴിഞ്ഞാലും അക്ലൂസൽ ഇക്വിലിബ്രേഷൻ, അതായത് ബൈറ്റ് കറക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അതിൻ്റെ ആ പ്രക്രിയയുടെ ചില ചിത്രങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ബൈറ്റ് കറക്ഷൻ ചെയ്യാനും ഉള്ള ചില മെത്തേഡ്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ ഉപയോഗിക്കും. അതിനായിട്ട് നമ്മൾ ചില പേപ്പറുകളുണ്ട്, അക്ലൂസൽ ഇക്വിലിബ്രേഷൻ ചെയ്യാനായിട്ടുള്ള പേപ്പർ. പിന്നെ ഇതിനു വേണ്ടി തന്നെയുള്ള ചില എക്വിപ്മെൻ്റ് ഉണ്ട്, അക്ലൂസെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അക്ലൂസെൻസ് ഉണ്ട്, പിന്നെ ടി സ്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചില എക്വിപ്മെൻ്റ് ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്കത് ബൈറ്റിൻ്റെ ഫോഴ്സ് അളക്കാനും അതെല്ലാം സാധിക്കും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇൻട്രോറൽ സ്കാനർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഉപകരണം വെച്ചിട്ട് നമുക്ക് ബൈറ്റ് എവിടെയെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മൾ ബൈറ്റ് കറക്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി വിട്ട് കഴിഞ്ഞാൽ മാത്രമേ പേഷ്യൻറ്റിൻ്റെ പ്രശ്നങ്ങൾ അതോടുകൂടി തീരുള്ളൂ. അതല്ലാതെ ബൈറ്റ് തെറ്റിച്ച് നമ്മളൊരു പല്ല് വെച്ച് വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ജോയിൻറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അത് മസിൽസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പേഷ്യൻറ്റിന് ചവയ്ക്കാൻ സാധിക്കില്ല പ്രോപ്പറായിട്ട്, പല്ലുകളുടെ ഇടയിൽ ഭക്ഷണം കയറിയിരിക്കും, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ. പിന്നെ വായിലുള്ള പല്ലിൽ തന്നെ ലോഡ് കൂടിയിട്ട് അവിടെ മോണ ഇറങ്ങിപ്പോവുക, അവിടെ ഇൻഫെക്ഷൻ വരിക, ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി കുട്ടികളിലുള്ള പല്ലുകൾ തമ്മിലുള്ള കടിയെക്കുറിച്ചൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എനിക്ക് സംസാരിക്കാനുണ്ട്. കുട്ടികളിൽ പലപ്പോഴും പല്ലുകൾ ഇറപ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത്, അതായത് പാൽപ്പല്ലുകൾ വീണ് പോയിട്ട് പെർമനൻറ്റ് പല്ല് വരുന്ന സമയത്ത് കടി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കടിയായിരിക്കില്ല, പലപ്പോഴും കടി മാറി മാറി വരും. അപ്പോൾ കടിയിലെ മാറ്റങ്ങൾ വരും ഈ പല്ലുകൾ ഇറപ്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ, കുട്ടികളുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ലെവൽ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇത് ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങും കുട്ടികൾ, ഇങ്ങനെ പല്ല് കൂട്ടി ഇറുമുക. അപ്പോൾ പലപ്പോഴും അച്ഛനമ്മമാർ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അവരിങ്ങനെ പറയാറുണ്ട്, എൻ്റെ കുട്ടി രാത്രി ഉറക്കത്തിൽ ഭയങ്കര പല്ലുകടിയാണ്. അപ്പോൾ ഞാൻ പറയാം, അതിനെപ്പറ്റി നിങ്ങൾ അറിയണ്ട, അത് വളർന്നു വരുന്ന ആ ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. അത് പലപ്പോഴും ഈ ഗ്രൈൻഡിങ്ങിലൂടെയാണ് പല്ലുകൾ കറക്റ്റായിട്ടുള്ള പൊസിഷനിലേക്ക് എത്തുന്നത്. പലപ്പോഴും ഈ ഗ്രൈൻഡിങ്ങിലൂടെയാണ് ജോ ഗ്രോത്ത് തന്നെ സംഭവിക്കുന്നത്. ജോ ഗ്രോത്തിനും അതൊരു സ്റ്റിമുലേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊച്ചു കുട്ടികളിലുള്ള പല്ലുകടിയെ പറ്റി നിങ്ങൾ അധികം അറിയണ്ട. പക്ഷേ ഇതേ പല്ലുകടി വലിയവരിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ബ്രക്സിസം എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് എന്ന് പറയും. ബ്രക്സിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിങ്ങനെ കൂട്ടിക്കടിച്ച് പല്ലൊക്കെ തേഞ്ഞങ്ങ് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആൾ വളരെ ഹൈ ടെൻസ്ഡ് ആയിട്ടുള്ളൊരു ജോബിലിരിക്കുകയാണ്, അങ്ങനെയുള്ളവരിൽ പലപ്പോഴും ഈ പല്ലുകടി കൂടുതലായിരിക്കും, അങ്ങനെയുള്ളവരിൽ ബ്രക്സിസം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ബ്രക്സിസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലൊക്കെ തേഞ്ഞു പോവും, പല്ല് പുളിക്കാൻ തുടങ്ങും, ഒട്ടനവധി പ്രശ്നങ്ങൾ വരും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമുക്ക് ബ്രക്സിസം പ്രിവെൻഷനുള്ള ട്രീറ്റ്മെൻറ്റ് വേറെയുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള ബ്രക്സിസം ഉള്ളവരിൽ ജോയിൻറ്റ് പെയിൻ, മസിൽ പെയിൻ, രാവിലെ എണീറ്റ വഴി ഭയങ്കര വേദന, ഇവിടെ താടിയലിലും മസിലിലൊക്കെ ഭയങ്കര വേദന, ഇതെല്ലാം കാണാറുണ്ട്. അപ്പോൾ കുട്ടികളിലും വലിയവരിലുമുള്ള പല്ലുകൾ തമ്മിലുള്ള അമിതമായിട്ടുള്ള കടിയെക്കുറിച്ച് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. അപ്പോൾ ഡെൻറ്റൽ അക്ലൂഷൻ അഥവാ കടിയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.